എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി പ്രിവ്യൂ ആണ്. ടർബോ ജോസിന്റെ ദിവസമാണെന്ന് എന്താകും എന്നുള്ളത് അറിഞ്ഞൂടാ, ടെൻഷനാണ്. കണ്ടറിയാം എന്താണ്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. സത്യമാണ് കേട്ടോ. മമ്മൂട്ടി, വൈശാഖ്, രാജ്ബി ഷെട്ടി, മിഥുൻ മാനുവൽ തോമസ്, ക്രിസ്റ്റോ സേവിയർ. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഒന്നും കൂടെ ഉണ്ട്, മമ്മൂട്ടി കമ്പനി. അതാണ് ശരിക്കും, അതാണ് ആദ്യം പറയണ്ടത്. ആദ്യം അതായത് ഒരു സിനിമയോട് നമുക്കൊരു കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അവര് ഏത് ടീമാണ്, അതിന്റെ പ്രൊഡക്ഷൻ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എങ്ങനെയാണെന്നൊക്കെ നോക്കുമ്പോൾ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡാ. എപ്പോഴും പറയും ഒരു മിനിമം ക്വാളിറ്റി ഉള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു സിനിമയായിരിക്കും. ആ ഒരു പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അത് സത്യം. ആ ഒരു പ്രതീക്ഷ അവർക്ക് നിലനിർത്താൻ പറ്റട്ടെ എന്നുള്ളതാണ് ആദ്യത്തെ പ്രാർത്ഥന. ഇനി മമ്മൂക്ക 73ാമത്തെ വയസ്സിൽ ഈ രീതിയിൽ, അതായത് ത്രൂ ഔട്ട് ഫുൾ ആക്ഷൻ സിനിമയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചലഞ്ചാണ്. തീർച്ചയായിട്ടും അത് മമ്മൂക്കയ്ക്കും അങ്ങനെ ചില റെയറായിട്ടുള്ള നടന്മാർക്ക് മാത്രം പറ്റുന്ന പീസുകളുണ്ട്. അതെ, അവരെ കൊണ്ടൊക്കെ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് അതായത് ഏത് ലെവലിൽ മമ്മൂക്ക ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കാണണം. അതായത് ഫൈറ്റ് വേറെ ലെവലിലാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. നോക്കാം. ഇനി നമുക്ക് എടുത്തു പറയേണ്ട വൈശാഖ് തന്നെയാണ്. വൈശാഖും മമ്മൂട്ടിയും കൂടിയ സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ചിട്ടുള്ള സമയങ്ങളിലൊക്കെ ഹിറ്റുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പം അതിൽ നിന്ന് അതുപോലെ തന്നെ മറ്റൊരു ഹിറ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട് കേട്ടോ. വൈശാഖിൻ്റെ മേക്കിംഗ് വേറെ ലെവലിൽ ചില സമയങ്ങളിൽ വരാറുണ്ട്, ചില സമയങ്ങൾ വളരെ മോശമായിരിക്കും. അറിയാലോ. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് വളരെ മികച്ച രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. ഇപ്പം നമുക്ക് അറിയാൻ പറ്റിയത് ഏതാണ്ട് 50 കോടിൻ്റെ അടുത്ത് ഇതിന് ബഡ്ജറ്റ് ഏതാണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തായാലും അതിൻ്റെ അനുസരിച്ചുള്ള, അതായത് ബഡ്ജറ്റ് കൂടുന്നതനുസരിച്ച് ക്വാളിറ്റിയും മാറി വരും. വൈശാഖ് അത്രത്തോളം മികച്ച രീതിയിൽ അത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതെ, ആ ഒരു പൊതു സംസാരം കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി നമ്മളെ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നൊരു സംഭവം കൂടിയാണ്. ഇനി അതുപോലെ തന്നെയാണ് മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ്. പക്ഷെ മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ അത്രയ്ക്കും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതെന്തായാലും ഒരു ക്ലീഷേ സ്റ്റോറി തന്നെയായിരിക്കും എന്നുള്ളൊരു മുൻധാരണ നമുക്കൊക്കെ ഉണ്ട്. ഒരു പുതുമയില്ലാത്ത ഒരു സാധനമായിരിക്കും. അതെ അതെ, ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി അത് ഏറ്റവും പുതിയ രീതിയിലായിരിക്കും. അതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അത് പ്രതീക്ഷിച്ച് തന്നെ പോകുന്നത്. അതായത് എന്തെങ്കിലും പുതിയ കണ്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഇതിൽ വരുമെന്നുള്ള ഒരു തോന്നലും നമുക്കില്ല. എന്തെങ്കിലും പുതുമ ഉണ്ടെങ്കിൽ തന്നെ അത് ട്രീറ്റ്മെൻറ്റിലും അവതരണത്തിലും ആയിരിക്കും. തീർച്ചയായിട്ടും. പക്ഷേ സ്ക്രിപ്റ്റിൽ നമുക്കൊരു പുതുമ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ ടർബോ പീറ്ററില്ലേ, ജയസൂര്യയെ വെച്ച് മിഥുൻ മാനുവൽ ആൾറെഡി അനൗൺസ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ വന്നതാണ്. അപ്പോൾ ആ സിനിമ അല്ല ഇത് എന്നുള്ളത് പലതവണ മിഥുൻ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചാൽ ഒരു റൈറ്റർ ഒരേപോലത്തെ 2 കഥ എഴുതി വെക്കും. അതെന്തായാലും ഉണ്ടാവില്ല. അത് മിക്കവാറും ആ ഒരു സ്ക്രിപ്റ്റ് തന്നെ ചെറിയ മമ്മൂക്കയ്ക്ക് വേണ്ടി അതിൻ്റെതായ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വരുന്ന സിനിമ തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അന്നത്തെ സമയത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്. അതെ. അപ്പോൾ അതിൻ്റെതായ ഒരു പഴക്കം അതിനുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ. എന്തായാലും അതുകൊണ്ട് സ്ക്രിപ്റ്റിലേക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നില്ല. വെറൈറ്റി എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും കിട്ടി ബോണസാണ്. അതെ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇനി എടുത്തു പറയേണ്ടത് ക്രിസ്റ്റോ സേവിയർ. അതെ, ക്രിസ്റ്റോ സേവിയറിന്റെ BGM അത് നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനം തന്നെയാണ്. അതിന് കാരണം ബ്രഹ്മയുഗം. തീർച്ചയായിട്ടും. ഒറ്റ സിനിമ ബ്രഹ്മയുഗം. ആള് പറഞ്ഞതും ഈ പ്രൊമോഷന്റെ ടൈമിൽ ആള് പറഞ്ഞതും ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് ഫാൻ, അതായത് മമ്മൂക്ക ഫാൻ ആയതുകൊണ്ടുള്ള ആ ഒരു സാധനം കൂടി കൂട്ടി വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കാണുമ്പോൾ അറിയാം അതെന്താണ്, എത്രമാത്രം അത് വർക്കായിട്ടുണ്ടെന്നുള്ളത്. എന്താണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ ടർബോ സിനിമയ്ക്ക് പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. രാജ്ബി ഷെട്ടി മറന്നുപോയി. അയ്യോ, മുതല്ല മറന്നു. ഐറ്റത്തിന് വിട്ടുപോയി. അത് ലാസ്റ്റിലേക്ക് വെച്ചതാണ്. എന്തായാലും രാജ്ബി ഷെട്ടി എന്നൊരു മുതൽ ഇതിലുണ്ട്. അതായത് കന്നഡ ഇൻഡസ്ട്രിയിലെ ഒരു ഇരുത്തം വന്ന നടനാണ്, മികച്ച നടൻ. അപ്പോൾ ആളെ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എങ്ങനെ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ ആളുടെ എൻട്രി എങ്ങനെ എന്നുള്ളത് കൂടി കാണണം. അതായത് മലയാളത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെയാന്നുള്ളത് രാജകീയമായിട്ടായിരിക്കുമോ? വില്ലനായിട്ട്. എന്താണെങ്കിലും
നമ്മളെ പ്രതീക്ഷകൾ വെച്ച് നമ്മൾ കയറാൻ പോവാണ്, പക്ഷേ പോകാൻ പോവാണ്. എന്തായാലും വന്നിട്ട് റിവ്യൂ. അപ്പം ബൈ. ഒരുപാട് പേർക്ക് പ്രിവ്യൂ ഇഷ്ടമല്ല എന്നറിയാം, എന്നാൽ ചിലർക്കൊക്കെ പ്രിവ്യൂ ഇഷ്ടമാണ്. ഒരുപാട് മെസ്സേജ് വരാറുണ്ട് പ്രിവ്യൂ ഇടൂലെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. തീർച്ചയായും പിന്നെ പരിഗണന ആദ്യം വരുന്നത് അതിലേക്കാണ്, പക്ഷെ പിന്നീടാണ് മറ്റുള്ളവർ മെസ്സേജ് അയക്കുന്നതൊക്കെ വരുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ ഈ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസിനാണ് നമ്മൾ ഇടാറുള്ളത്. അതെ, അല്ലാത്ത നമ്മൾ നോർമലി പോയിട്ട് വരും. അതെ. അപ്പോൾ ബൈ.